അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹായ് എവരിവൺ. നമ്മുടെ ക്ലാസ് 10 ക്ലാസ് പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് 11ാമത്തെ ക്ലാസ്സിലേക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും ഒരു ക്ലാസ്സുമായിട്ടുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് എല്ലാവരും അറിയിക്കാൻ മറക്കരുത്. നല്ലവണ്ണം ഓരോ ക്ലാസ്സും ആവർത്തിച്ച് കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് പാടില്ല എന്നുള്ളതിനെ എന്ത് പറയും, എങ്ങനെ പറയും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പറയേണ്ടത് ഷുഡിൻറ്റ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ഇന്നത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വരുന്നത് പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളിവിടെ ഉറങ്ങാൻ പാടില്ല, നീ അവിടെ പോകാൻ പാടില്ല, അവൾ അവിടെ നിൽക്കാൻ പാടില്ല, അവൻ അവിടെ കളിക്കാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങളിൽ പാടില്ല പാടില്ല എന്ന് പറയേണ്ടി വരുമല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ പാഠം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട വാചക ഘടന, ഫസ്റ്റ് സബ്ജക്റ്റ് ആരാണോ നമുക്ക് പറയേണ്ടത് വെച്ചെങ്കിൽ ആ ആളെ, സബ്ജക്റ്റ് ആകാൻ പറ്റുന്ന എന്തും നമുക്കവിടെ കൊടുക്കാം. അതിനുശേഷം നടുവിൽ ഷുഡിൻറ്റ് കൊടുക്കുക. ഷുഡ് പ്ലസ് നോട്ട്, ഷുഡിൻ്റെ കൂടെ നോട്ട് ചേർത്തതാണത്. അതിൻ്റെ ചുരുങ്ങിയ രൂപമാണ് ഷുഡിൻ എന്നുള്ളത്. പിന്നീട് നമുക്ക് മൂന്നാമത് വെർബ് കൊടുക്കാം. അപ്പോൾ ആ കാര്യം ആ ആൾ ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥം കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഫസ്റ്റ് നമ്മുടെ ഒരു ഉദാഹരണം എഴുതിയത്, ഹിസ് ചൈൽഡ് ഷുഡിൻ പ്ലേ ഹിയർ. ഹിസ് ചൈൽഡ് ഷുഡിൻ പ്ലേ ഹിയർ. അവൻ്റെ കുട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടി ഇവിടെ കളിക്കാൻ പാടില്ല. ഇവിടെ ചൈൽഡ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. അത് ആരുടെ കുട്ടി എന്നുള്ളതിന് നമ്മൾ അവൻ്റെ എന്നൊരു വാക്ക് അവിടെ ചേർത്തിട്ടുണ്ട്, ഹിസ് ചൈൽഡ്. അപ്പോൾ ഹിസ് എന്നുള്ളതിൻ്റെ ഒരു വാക്ക് കൂടി നമ്മളിവിടെ പ്രയോഗത്തിൽ ഒരു ഉദാഹരണത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടാണ് ആ സബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നത്തെ ഉദാഹരണങ്ങൾ ഹിസ് എന്നതിനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ടാവട്ടെ ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ഹിസ് ചൈൽഡ് ഷുഡിൻ പ്ലേ, അവൻ്റെ കുട്ടി കളിക്കാൻ പാടില്ല. ഹിയർ എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദേർ എന്ന് മാറ്റാം. അപ്പോൾ ഹിസ് ചൈൽഡ് ഷുഡിൻ പ്ലേ ദേർ, അവൻ്റെ കുട്ടി അവിടെ കളിക്കാൻ പാടില്ല. അപ്പോൾ പാടില്ല എന്നുള്ളതിൻ്റെ രൂപമാണ് ഇന്ന് നമ്മളിവിടെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞത്. കൂടുതൽ ഉദാഹരണത്തിലേക്ക് പോകുകയാണെങ്കിൽ, വി ഷുഡിൻ ചീറ്റ്, നമ്മൾ ചതിക്കാൻ പാടില്ല. വി ഷുഡിൻ ചീറ്റ് അതേഴ്സ് എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം. നമ്മൾ മറ്റുള്ളവരെ ചതിക്കാൻ പാടില്ല. വി ഷുഡിൻ ചീറ്റ്, വി ഷുഡിൻ ഗോ, നമ്മൾ പോകാൻ പാടില്ല. വി ഷുഡിൻ സ്ലീപ്പ്, വി ഷുഡിൻ വാക്ക്, വി ഷുഡിൻ റൺ ഫാസ്റ്റ്ലി, വി ഷുഡിൻ ഡ്രൈവ് ഫാസ്റ്റ്ലി. നമ്മൾ വേഗത്തിൽ വാഹനം ഓടിക്കാൻ പാടില്ല. വി ഷുഡിൻ ഡ്രൈവ്, നമ്മൾ ഓടിക്കാൻ പാടില്ല. അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഫാസ്റ്റ്ലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ ഓടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. വി ഷുഡിൻ ചീറ്റ്, നമ്മൾ ചതിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചതിക്കാൻ പാടില്ല. നമുക്കവിടെ ഓരോ സബ്ജക്റ്റും മാറ്റി വെച്ച് കൊടുക്കുക. അതിന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് വി, ഐ, യു. അതുപോലെ ഇനി എന്തൊക്കെയാണോ സബ്ജക്റ്റ് അതൊക്കെ ചേർത്ത് കൊടുക്കാം, പേരുകൾ ചേർത്ത് കൊടുക്കാം. ഒരു ഉദാഹരണം, പേരിന് ഐമൻ ഷുഡിൻ സ്ലീപ്പ്, ഐമൻ ഉറങ്ങാൻ പാടില്ല. ഐമൻ ഷുഡിൻ സ്ലീപ്പ് ഹിയർ, ഐമൻ ഇവിടെ ഉറങ്ങാൻ പാടില്ല. ഐമൻ ഷുഡിൻ പ്ലേ ദേർ, ഐമൻ അവിടെ കളിക്കാൻ പാടില്ല. ഒരു പേര്, നമുക്ക് ഏത് പേരും അവിടെ എന്ത് ചെയ്യാം, ചേർത്ത് കൊടുത്ത് ഉദാഹരണങ്ങൾ ഉണ്ടാക്കാം എന്നതിലേക്കുള്ള സൂചകമായിട്ടാണ് ഒരു ഉദാഹരണം, ഒരു പേര് വെച്ച് ഞാൻ കൊടുത്തത്. ഇനി അവളുടെ എന്നുള്ള ഒരു വാക്കിനും അതിൻ്റെ ഇംഗ്ലീഷും ഹെർ എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഹെർ എന്നതിന് അവളെ, അവൾക്ക്, അവളോട് എന്നുള്ള ഒബ്ജക്റ്റ് കേസിലുള്ള ഒരു അർത്ഥം എഴുതിയിട്ടുണ്ട്. മഫൂലായി വരുമ്പോൾ ഹെർ, അവളെ, അവൾക്ക്, അവളോട് എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെ അവളുടെ എന്നുള്ള അർത്ഥത്തിലും ഹെർ എന്നാണ്. അപ്പോൾ ഹെർ മദർ ഷുഡിൻ ഗോ ദേർ, അവളുടെ ഉമ്മ അവിടെ പോവാൻ പാടില്ല. ഹെർ മദർ ഷുഡിൻ പ്ലേ ദേർ, അവളുടെ ഉമ്മ അവിടെ കളിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് വേണ്ടി വാചകങ്ങൾ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഏത് വാക്ക്, ഏത് വെർബ്, ഏത് സബ്ജക്റ്റിന് നേരെയും ചേർത്ത് നമുക്ക് അതൊക്കെ പാടില്ല എന്ന് പറയാൻ നടുവിൽ ഷുഡിൻ്റെ ചേർത്ത് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മളിവിടെ കളിക്കാൻ പാടില്ല, വി ഷുഡിൻ പ്ലേ ഹിയർ, നമ്മളിവിടെ കളിക്കാൻ പാടില്ല. വി ഷുഡിൻ റൺ ഹിയർ, നമ്മളിവിടെ ഓടാൻ പാടില്ല. വി ഷുഡിൻ സ്റ്റാൻഡ് ദേർ, നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. സ്റ്റാൻഡ് എന്ന വെർബിൻ്റെ അർത്ഥം നിൽക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡ്, നിൽക്കുക. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ഒരു അണ്ടർ കൂടി ചേർത്ത് കൊടുത്താൽ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് ഒരു മിസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുക എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ വി ഷുഡിൻ മിസ് അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ്. അതിനൊരു ഉദാഹരണം എഴുതുകയും ചെയ്യാം.
വി ഷുഡിൻ മിസ്അണ്ടർസ്റ്റാൻഡ്. എന്നാൽ നമുക്ക് നാലാമത് ഏതാണ് വേണ്ടത് എങ്കിൽ ചേർത്ത് കൊടുക്കാം. വി ഷുഡിൻ മിസ്അണ്ടർസ്റ്റാൻഡ് ഹിം. നമ്മൾ അവനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. വി ഷുഡിൻ മിസ്അണ്ടർസ്റ്റാൻഡ് ഹെർ. നമ്മൾ അവളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. വി ഷുഡിൻ മിസ്അണ്ടർസ്റ്റാൻഡ് ദം. നമ്മൾ അവരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് എന്ന വെർബിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കുക. അതിൽ മിസ് ഒഴിവാക്കിയിട്ട് വെറും അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അതിൽ അണ്ടർ ഒഴിവാക്കിയിട്ട് വെറും സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഇങ്ങനെ 3 വെർബുകൾ കൂടി ഇന്ന് പരിചയപ്പെടുത്തൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. വളരെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഇതിനെ വളരെയധികം നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനാവുന്ന വിധത്തിലേക്ക് ഇതിനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. പാടില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതാണ് സിമ്പിളായിട്ട് പഠിച്ചത്. ഇനി നമുക്കിവിടെ എല്ലാ സബ്ജക്റ്റുകളെയും മാറ്റിമറിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഓരോ വെർബുകളെയും മാറ്റിമറിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉദാഹരണങ്ങൾ പലതായി ഉണ്ടാക്കിയെടുക്കുക. 3ാമത് വെർബ് ചേർത്തതിന് ശേഷം നാലാമത് നമുക്ക് ഓരോ ആവശ്യാനുസരണമുള്ള വേർഡുകളും ഒക്കെ പല വിധത്തിൽ മാറ്റിമറിച്ച് ഉണ്ടാക്കി നിങ്ങൾ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ശീലിക്കണം എന്നാണ് ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പാഠം പാടില്ല എന്ന് പറയാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പാഠം ശ്രദ്ധിക്കുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായും അറിയിക്കുക. എല്ലാവരും നോട്ട് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.